ആൽക്കഹോൾസിൻ്റെ ഡീഹൈഡ്രേഷൻ എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷനാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു ദ ഈസ് ഓഫ് ഡീഹൈഡ്രേഷൻ ഈസ് വെരി ഫാസ്റ്റർ. ഇൻ ദ കേസ് ഓഫ് ടേർഷ്യറി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്ന്. ഇങ്ങനെയുള്ള ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ്റെ മെക്കാനിസമാണ് നമ്മളിനി പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള എത്തനോൾ എന്ന് പറയുന്ന ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷനാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എത്തനോളിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? എത്തനോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ആൻഡ് 1 molecule of water loses and form corresponding alkene, that is ethene. എത്തനോളിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് ആൽക്കീൻ ആയിട്ടുള്ള ഈതീൻ ആണ് ഫോം ചെയ്യപ്പെടുന്നത്. ഈ റിയാക്ഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ റിയാക്ഷൻ്റെ മെക്കാനിസത്തിൽ പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്. ദ ഡീഹൈഡ്രേഷൻ ഓഫ് എത്തനോൾ ടു ഈതീൻ ഇൻവോൾവ്സ് ജനറലി 3 steps. ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പുകൾ എന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് പഠിക്കാം. ആ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ആദ്യത്തെ സ്റ്റെപ്പ് 1, ഫോർമേഷൻ ഓഫ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് ഈതീൻ ബൈ ദ എലിമിനേഷൻ ഓഫ് എ പ്രോട്ടോൺ. ഇങ്ങനെ 3 സ്റ്റെപ്പുകൾ വഴിയാണ് ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് ആൽക്കീനായിട്ടുള്ള ഈതീൻ ഉണ്ടാകുന്നത്. ഓരോ സ്റ്റെപ്പിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ആൽക്കഹോൾസിൻ്റെ ഡീഹൈഡ്രേഷൻ മെക്കാനിസത്തിലുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് ഫോർമേഷൻ ഓഫ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ആൽക്കഹോൾസിന് പ്രോട്ടോണേഷൻ സംഭവിക്കുകയും പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ആൽക്കഹോൾ ആയിട്ടുള്ള എത്തനോളിനെ കൺസിഡർ ചെയ്തിരിക്കുന്നു. എത്തനോൾ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് H+. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടിക് ആസിഡിൽ നിന്നുള്ള H+ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു റിയാക്ഷൻ ഹൈലി ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. മാത്രവുമല്ല ഈ റിയാക്ഷൻ റിവേഴ്സിബിളും ആണ്. അപ്പോൾ എന്താണ് ഈ റിയാക്ഷൻ സംഭവിക്കുന്നത് നോക്കാം. ഓക്സിജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളിൽ നിന്നും 2 എണ്ണം എന്ത് ചെയ്യും? ഈ H+നെ അങ്ങ് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. So this oxygen is attached with this H+ and form a protonated alcohol. ആൽക്കഹോളിലേക്ക് ഒരു പ്രോട്ടോൺ ആഡ് ചെയ്യപ്പെടുകയും അങ്ങനെ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാകുമ്പോൾ ഓക്സിജന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓക്സിജനിലുള്ള 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാണ് ഇവിടെ H വന്ന് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈഥൈൽ ഓക്സോണിയം അയോൺ. ഇവിടെ എത്തനോളിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളാണ് ഈഥൈൽ ഓക്സോണിയം അയോൺ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്തിട്ടുള്ള പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിൽ നിന്നും കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു. എന്താണ് കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സ്പീഷീസിൽ കാർബണിന് പോസിറ്റീവ് ചാർജുള്ള വേയാണ് കാർബോകാറ്റയോൺസ് എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്തിട്ടുള്ള പ്രോട്ടോണേറ്റഡ് ആൽക്കഹോള് സ്വയം ഒരു H2O മോളിക്യൂളിനെ വിട്ടുകൊടുത്തുകൊണ്ട് കാർബോകാറ്റയോൺ ആയിട്ട് മാറുന്നു. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കാർബോകാറ്റയോൺ ഉണ്ടാകുന്നത്. എന്താണ് ഇതിനെ കാർബോകാറ്റയോൺ എന്ന് വിളിക്കുന്നത്? കാരണം ഇവിടെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. അതിനാലാണ് ഈ ഒരു സ്പീഷീസിനെ കാർബോകാറ്റയോൺ എന്ന് വിളിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദിസ് ഈസ് ദ വെരി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിലെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ദിസ് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ഫ്രം പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് സ്റ്റെപ്പാണോ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പാണ് ആ മൊത്തം കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പ്. സോ ദിസ് സ്റ്റെപ്പ് ഈസ് കൺസിഡേർഡ് ആസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഓഫ് ദിസ് റിയാക്ഷൻ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇവിടെ ഈ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ആണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഡീഹൈഡ്രേഷൻ ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്നത് ടേർഷ്യറിയിലാണ്, പിന്നീട് സെക്കൻഡറി ആൽക്കഹോളിലും പിന്നീടാണ് പ്രൈമറി ആൽക്കഹോളിലും സംഭവിക്കുന്നത്. എന്താണ് അതിന് പിന്നിലുള്ള കാരണം? അതിന് കാരണം തന്നെ ഈ സെക്കൻഡ് സ്റ്റെപ്പാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ടേർഷ്യറി കാർബോകാറ്റയോൺസ് ആർ മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ആൻഡ് പ്രൈമറി.
ഇവിടെ ടേർഷ്യറി ആൽക്കഹോളുകളിൽ നിന്നും ഉണ്ടാകുന്ന കാർബോകാറ്റയോൺസ്, അതായത് ടേർഷ്യറി കാർബോകാറ്റയോൺ സെക്കൻഡറിയേക്കാളും പ്രൈമറിയേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ടേർഷ്യറി ആൽക്കഹോൾസ് വളരെ ഈസി ആയിട്ട് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ കാണിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് ആൽക്കീൻ ആണ്. അതായത് എഥനോളിൽ നിന്നും ഉണ്ടാകുന്ന ആൽക്കീൻ ഈതീൻ ആണ് അല്ലേ. എങ്ങനെയാണ് ഈ ഈതീൻ അല്ലെങ്കിൽ ആൽക്കീൻ ഫോം ചെയ്യുന്നത്? ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്തിട്ടുള്ള കാർബോകാറ്റോണിൽ നിന്നും ഒരു പ്രോട്ടോൺ എലിമിനേറ്റ് ചെയ്യപ്പെട്ടാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീൻ ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു കാർബോകാറ്റയോൺ അല്ലേ. ഈ കാർബോകാറ്റയോണിലെ ഈ കാർബൺ ആറ്റത്തിൽ നിന്നും ഒരു H+ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ആൽക്കീൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ എത്തനോളിൽ നിന്നായതുകൊണ്ട് ഈത്തീൻ എന്ന ആൽക്കീനാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ 3 സ്റ്റെപ്പുകൾ വഴിയാണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഈ ഒരു സ്റ്റെപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഇൻ ദ തേർഡ് സ്റ്റെപ്പ് the H+ ions, that is the strong acid used in the first step is getting regenerated. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിച്ച കോൺസെൻട്രേറ്റഡ് ആസിഡ് വീണ്ടും റീജനറേറ്റ് ചെയ്ത് ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഈതീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ ഫോം ചെയ്യപ്പെടുന്ന ഈതീനെ കുറേശ്ശെയായിട്ട് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈതീൻ ഫോം ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈതീനെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയും അങ്ങനെ ഈ സിസ്റ്റം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് എഥനോൾ എന്ന ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് ഈതീൻ എന്ന ആൽക്കീൻ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള മെക്കാനിസം.